ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമായി ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്ന ചിത്രമാണ് ബാഹുബലി. ഇന്ത്യയിലെ നിലവിലുള്ള കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കിയ ചിത്രം അങ്ങ് US ബോക്സ് ഓഫീസിലും സാന്നിധ്യം അറിയിച്ചു. 2 ഭാഗങ്ങളിലായി ഇറങ്ങിയ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനാണ് ഭീകരമായ വരവേൽപ്പ് ലഭിച്ചത്. എന്നാൽ ബാഹുബലിയെ മലർത്തിയടിച്ചിരിക്കുകയാണ് അമീർ ഖാന്റെ ദംഗൽ. കഴിഞ്ഞ ദിവസം ചൈനയിലെ 6000 തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ബാഹുബലി ആഗോളതലത്തിൽ 9000 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ ചൈനയിൽ മാത്രം 6000 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. ഒരു ഇന്ത്യൻ ചിത്രം ആദ്യമായാണ് ചൈനയിൽ ഇത്രയധികം തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നത്. മെയ് 5-ന് ചൈനയിൽ റിലീസ് ചെയ്ത ചിത്രം 5 ദിവസം കൊണ്ട് നേടിയത് 150 കോടിയോളമാണ്. ഇന്ത്യക്ക് പുറത്ത് ഒരു ചിത്രം കുറഞ്ഞ ദിനം കൊണ്ട് ഇത്രയധികം കളക്ഷൻ നേടുന്നതും ആദ്യം. ഈ കുതിപ്പ് ദംഗലിനെ നിലനിർത്താനായാൽ ബാഹുബലിക്ക് പിന്നാലെ 1000 കോടി എന്ന സ്വപ്നസംഖ്യയിലേക്ക് ദംഗലും എത്തും. നിലവിൽ 868 കോടി പിന്നിട്ട് കഴിഞ്ഞു. 1000 കോടി എന്ന സ്വപ്നനേട്ടം കരസ്ഥമാക്കി ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനം ബാഹുബലി സ്വന്തമാക്കിയപ്പോൾ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ആമീർ നേടി. 2ാം സ്ഥാനത്തുള്ള PK മറികടന്ന് ദംഗൽ 2ാമതായി. 1000 കോടി എന്ന സ്വപ്നസംഖ്യയെ 10 ദിവസം കൊണ്ട് മറികടന്ന ബാഹുബലി ദ കൺക്ലൂഷൻ നിലവിൽ 1200 കോടി പിന്നിട്ടിരിക്കുകയാണ്. US ബോക്സ് ഓഫീസിൽ ഹോളിവുഡ് സിനിമകളെ പിന്നിലാക്കി കുതിക്കുകയാണ് ബാഹുബലി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളം മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.